പള്ളിയിലേക്ക് കൊടുത്തു വിടാനായിട്ട് ഒരു നോയമ്പ് കഞ്ഞിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഇതിന് മുമ്പ് പള്ളിയിലൊക്കെ പണി ഇതുപോലെ നോയമ്പിന് കഞ്ഞി വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിക്കാണ്. ഇത് കുറച്ച് പച്ചരിയാണ്. ഈ അരി ഒന്ന് കുതിർന്നിട്ട് വേണം നല്ലപോലെ കഴുകിയെടുക്കാനായിട്ട്. ഈ ചെമ്പ് അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കാം. വെള്ളം കൂടെ ഒരു 2-3 കഷ്ണം ചുക്കുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കും. വെള്ളം ചൂടായി വരുന്നുണ്ട്. ഒരു 1/2 കിലോ ഉള്ളി എടുത്തിട്ടുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്ന ആശാളിയാണ്. ഇത് നമ്മളൊരു 100 ഗ്രാം അളവിലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കഴുകി വേണം നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട്. ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ആ ഉലുവായും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ ജീരകമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പൈതി കണ്ട് എടുത്തിട്ടുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്ന ചുക്ക് അതുകൂടെ അതിൻ്റെ എടുത്തിട്ടിടുക. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ തിളച്ച് വെന്ത് ഈ വെള്ളത്തിൻ്റെ അകത്ത് ഈ സത്തെല്ലാം പിടിക്കണം. അപ്പോൾ അല്ലേ കുറച്ച് സമയമായി അരി വെള്ളത്തിനകത്ത് കിടക്കുന്നു. നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ കഴുകിക്കൊണ്ട് വരാം. തിളമാണ്. ഇനി നമുക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കുറച്ച് ഉപ്പുപൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് തേങ്ങ ചിരണ്ടുക എന്നുള്ളതാണ്. ഈ വെളുത്തുള്ളി തേങ്ങയും എല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. നല്ലപോലെ അരച്ചോണ്ട് വരാം. അരിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് അതുകൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരല്പസമയം ഇങ്ങനെ ഇരിക്കണം. കാര്യം അതൊന്ന് വേഗണം. ഈ ഒരു രീതിക്ക് വേണം നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പാത്രത്തിൻ്റെ അകത്ത് ആക്കാം. കാര്യം കൊണ്ടുപോകാനായിട്ട് പറ്റുകയില്ല. അപ്പം കഞ്ഞി മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇനി ഉഴുന്നുവടയും വേറെ അല്ല സമൂസ, ഉഴുന്നുവട സമൂസ ഒക്കെ ഉണ്ട്. എല്ലാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് മേടിച്ചോണ്ട് പോകണം. അപ്പോൾ